Very good morning, my dear students. And the പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. 12ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഫിസിക്സ് വളരെ എളുപ്പത്തിൽ ലളിതമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ നോക്കാം. ഓക്കേ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ നമ്മൾ ആദ്യം ഇലക്ട്രിക്കൽ എന്താണ് പഠിക്കുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ? It is a branch of physics which deals with the study of charges. ചാർജസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ച് ആണ് ഇലക്ട്രിക്കൽ. എന്താണ്? ചാർജസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ. എന്താണ്? ചാർജസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ചാർജസ് എത്ര തരം ചാർജുകളുണ്ട്? 2 തരം ചാർജുകളുണ്ട്. ഏതൊക്കെ ചാർജാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. എന്തൊക്കെ ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ്. ഉദാഹരണം, നെഗറ്റീവ് ചാർജിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോൺ. പോസിറ്റീവ് ചാർജിന് എക്സാമ്പിൾ ആണ് പ്രോട്ടോൺ. അപ്പോ നെഗറ്റീവ് ചാർജിന് എക്സാമ്പിൾ ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജിന് എക്സാമ്പിൾ പ്രോട്ടോൺ. അപ്പോ ഈ ചാർജുകളെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ. ഇനി ഈ ചാർജസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയും അവയുടെ ഫോഴ്സിനെയൊക്കെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്ത ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അയാളുടെ പേരാണ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം. ആരാണ്? ചാൾസ് അഗസ്റ്റിൻ ഡി കൂളം. പുള്ളിക്കാരൻ ഒരു ഫ്രഞ്ച് മിലിറ്ററി എഞ്ചിനീയർ ആണ്. ആരാണ്? ഒരു ഫ്രഞ്ച് മിലിറ്ററി എഞ്ചിനീയറും സയന്റിസ്റ്റുമാണ്. ചാർജസിനെ കുറിച്ച് വളരെ വിശദമായി പഠനം നടത്തിയ ഒരു സയന്റിസ്റ്റ് ആണ് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളംബ്. അപ്പോ ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. ചാർജിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കൂളംബാണ്. അപ്പൊ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. ഓക്കേ, ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് കൂളംബാണ്. ആരാണ്? യൂണിറ്റ് കൂളം. കൂളംബിന്റെ സ്പെല്ലിംഗ് നോക്കണേ. COULOMB. എന്താണ്? COULOMB. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ C. റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കും? ലെറ്റർ C. അപ്പോ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? Q. ചാർജിന്റെ യൂണിറ്റ് കൂളംബ്. ഇനി ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അറിയാം. ഓക്കെ, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ പ്രധാനമായി അറിയാം. ഒന്നാമത്തെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. നല്ല പ്രകാശിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബൾബ് ഇങ്ങനെ മങ്ങി കത്തി. അപ്പൊ നമ്മൾ എന്ത് പറയും? ബൾബിന്റെ വോൾട്ടേജ് കുറഞ്ഞു. എന്തെന്ന് പറയും? ബൾബിന്റെ വോൾട്ടേജ് കുറഞ്ഞു. ഇനി ഒരു ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു, അത് പെട്ടെന്ന് കാണുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? കറണ്ട് പോയി എന്ന് പറയും, അല്ലെ? അപ്പൊ എന്താണ്? ഒരു ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് മങ്ങിയാൽ എന്ത് പോയി എന്ന് പറയും? വോൾട്ടേജ് കുറഞ്ഞു എന്ന് പറയും. വോൾട്ടേജ്. ഇനി ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ഓഫ് ആയാൽ നമ്മൾ എന്ത് പറയും? കറണ്ട് പോയി. അപ്പൊ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം വോൾട്ടേജ്, രണ്ടാമത്തെ കാര്യം കറണ്ട്. എന്തൊക്കെ അറിയാം? കറന്റും അറിയാം, വോൾട്ടേജും അറിയാം, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ കുറിച്ച് പഠിക്കാം? കറന്റിനെയും വോൾട്ടേജിനെയും കുറിച്ച് പഠിക്കാം. ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത് കറന്റ്. ഒന്നാമത് ഞാൻ പഠിപ്പിക്കുന്നത് കറന്റ്. ഈ കറന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ഫ്ലോ. ഓക്കെ, ഫ്ലോ ഓഫ് എനിത്തിങ്. എന്ത് തന്നെ ഒഴുകിയിരുന്നാലും നമ്മൾ അതിനെ എന്തെന്ന് തന്നെ പറയും? കറണ്ട് എന്ന് തന്നെ പറയും, അല്ലെ? ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താ? ഇലക്ട്രിസിറ്റി അല്ലേ? അപ്പൊ എന്ത് കറണ്ട് വരും? ഇലക്ട്രിക് കറന്റ്. എന്താണ് നമ്മൾ പഠിക്കുന്നത്? എന്താ? ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഇലക്ട്രിക് എന്താ? ചാർജുമായി ബന്ധം. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ. അപ്പൊ ഇലക്ട്രിക് കറന്റ് എന്തായിരിക്കും? ചാർജിന്റെ ഫ്ലോ. എന്താണ്? ചാർജിന്റെ ഫ്ലോ. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ എന്താ ഇലക്ട്രിക് കറന്റ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. So definition of electric current എന്താ? The flow of electric charge is called current. The flow of electric charge is called current. Clear? ഇനി നമ്മൾ പഠിക്കുന്നത് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ കറന്റിന്റെ ഫ്ലോയ്ക്ക് പറയുന്ന പേര് തന്നെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ I. ഇതിനെ എന്ത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും? ഇന്റൻസിറ്റിയെ I വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിൽ കൂടെ Q amount of charge flow ചെയ്തു. എത്ര ചാർജ് ഫ്ലോ ചെയ്തു? Q. T ടൈം ഉണ്ട്. എത്ര ടൈം ഉണ്ട്? T ടൈം. അപ്പൊ if Q amount of charge flows through a conductor in T time, then intensity of current is charge by time. അപ്പൊ intensity of current എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Charge by time. ഒന്നും കൂടെ ഞാൻ പറയാം. Q amount of charge T time കൊണ്ട് flow ചെയ്താൽ intensity of current is charge by time. If Q amount of charge flows through a conductor in a time T, then intensity of current is charge by time. നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചിരുന്നാലും അതിന്റെ ഇനി യൂണിറ്റ് കണ്ടുപിടിക്കണം. എന്തുകൂടെ കണ്ടുപിടിക്കണം? അതിന്റെ യൂണിറ്റ്. കറന്റിന്റെ യൂണിറ്റ്
ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കൂളംബ് ആണ് അല്ലേ. ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോ ഇതിന്റെ യൂണിറ്റ് എന്താ? കൂളംബ് പെർ സെക്കൻഡ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് പെർ സെക്കൻഡ്. പക്ഷേ ഇലക്ട്രിക് കറന്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? അയാളുടെ പേരാണ് ആൻഡ്രൂ മേരി ആംപിയർ. അയാളുടെ പേരെന്താ? ആൻഡ്രൂ മേരി ആംപിയർ. അപ്പോൾ ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് എന്തായിരിക്കും? ആംപിയർ ആയിരിക്കും. ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് എന്തായിരിക്കും? ആംപിയർ. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എ ആണ്. റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? എ ആണ്. അപ്പോ കൂളംബ് പെർ സെക്കൻഡ് യൂണിറ്റ് തന്നെയാണ്, ആംപിയറും യൂണിറ്റ് തന്നെയാണ്. അപ്പോ എങ്ങനെ കൂളംബ് പെർ സെക്കൻഡും ആംപിയറും കൂടെ റിലേറ്റ് ചെയ്യാം? 1 coulomb per second is 1 ampere. അപ്പോ എത്രയാണ്? 1 coulomb per second ആണ് 1 ampere. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആംപിയർ എന്നാണ്. ഡിഫൈൻ ആംപിയർ. ഓക്കേ, അപ്പോ കറന്റിന്റെ ഇക്വേഷൻ എന്താ? I equal to Q by T. I equal to Q by T എന്നാണ് അല്ലേ. അപ്പോ if Q equal to 1 coulomb and T equal to 1 second, എന്താണ്? Q 1 coulomb T 1 second ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ കൊടുത്താൽ എന്താ വരും? I equal to 1 coulomb by 1 second അല്ലേ. Q ന് പകരം 1 coulomb, T ക്ക് പകരം 1 second. So I equal to 1 coulomb per 1 second. So it is 1 coulomb per second അല്ലേ. 1 coulomb per second 1 ampere ആണ്. അപ്പോ this is 1 ampere. അപ്പൊ എന്താ 1 ampere? 1 coulomb ചാർജ് 1 second ടൈം ഫ്ലോ ചെയ്താൽ അവിടുത്തെ കറന്റ് ആണ് 1 ampere. ഓക്കേ, അപ്പോൾ എന്താണ്? 1 coulomb ചാർജ് 1 second ടൈം ഫ്ലോ ചെയ്താൽ അവിടുത്തെ കറന്റ് ആണ് 1 ampere. അപ്പോൾ അതിനെ നമുക്ക് ഡെഫിനിഷൻ എന്ത് പറയാം? 1 ampere is the current if 1 coulomb charge flows through a conductor in 1 second. ഇതും മാത്രം വെച്ച് നമുക്ക് എന്ത് പറയാം? ഡെഫിനിഷൻ പറയാം. 1 ampere is the current if 1 coulomb charge flows through a conductor in 1 second. ഒന്നും കൂടെ, 1 ampere is the current if 1 coulomb charge flows through a conductor in 1 second. ഇതാണ് ആരുടെ ഡെഫിനിഷൻ? ആംപിയറിന്റെ ഡെഫിനിഷൻ. ഇനി ഒരു സർക്യൂട്ടിലെ കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ഇപ്പോ അമ്മീറ്റർ ആണ് എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? കറന്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഡിവൈസ്. ഡിവൈസ് which is used to measure the flow of current is called ammeter. അപ്പോ കറന്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ നെയിം എന്താണ്? It is called ammeter. നെക്സ്റ്റ് ന്യൂമറിക്കൽസ് ആണ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12.1 ആണ്. ഞാനത് വായിക്കാൻ ടെക്സ്റ്റിലുണ്ട്. A current of 0.5 ampere is drawn by a filament of an electric bulb for 10 minutes. Find the amount of electric charge that flows through the circuit. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഫിലമെന്റ് ലാമ്പ് is nothing but a bulb. ഒരു ബൾബ് തന്നെയാണ്. അതിൽ കൂടെ എത്ര കറന്റ് ഫ്ലോ ചെയ്യുന്നു? 0.5 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫിലമെന്റ് ലാമ്പിൽ കൂടെ 0.5 ആംപിയർ കറന്റ് 10 minutes ഫ്ലോ ചെയ്യുന്നു. Then find the electric charge. അവിടെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ചാർജ് കണ്ടുപിടിക്കണം. ഓക്കേ, അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതണം. സോ ഗിവൺ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് കറന്റ് തന്നിട്ടുണ്ട് അല്ലേ, 0.5 ആംപിയർ. സോ I equal to 0.5 ആംപിയർ. നെക്സ്റ്റ് ടൈം തന്നിട്ടുണ്ട്, എത്ര മിനിറ്റ്? 10 minutes. സോ T equal to 10 minutes. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ തന്നിട്ടുള്ള വാല്യൂസ് SI-ലോട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ടൈമിന്റെ യൂണിറ്റ് മിനിറ്റ് അല്ല, സെക്കൻഡ് ആണ്. എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ മിനിറ്റിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 minute എത്ര സെക്കൻഡാ? 1 minute equal to 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ 10 മിനിറ്റോ equal to 10 into 60 സെക്കൻഡ്. 1 minute 60 സെക്കൻഡ് ആണ്. അപ്പൊ 10 minutes 10 into 60 സെക്കൻഡ്, that is 600 സെക്കൻഡ്. ഇനി നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ എഴുതാം. കറന്റും ടൈമും ചാർജും തമ്മിലുള്ള ഇക്വേഷൻ എന്താ? I equal to Q by T അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് we need to find out charge. Therefore Q equal to I into T അല്ലേ. T ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ Q equal to I into T. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ it's equal to കറന്റ് എത്രയാ? കറന്റ് 0.5 ആംപിയർ into ടൈം എത്രയാ? 600 സെക്കൻഡ്. 0.5 into 600 equal to 300. ചാർജിന്റെ യൂണിറ്റ് എന്താ?
കൂളം. സോ ആൻസർ ഈസ് 300 കൂളം. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. എന്തൊക്കെയാ സ്റ്റെപ്പ്? ഗിവൺ വാല്യൂസ് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റും കൺവേർട്ട് ചെയ്യുക, then ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിച്ച് യൂണിറ്റ് എഴുതുക. ഇത്രയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? ഈ ക്വസ്റ്റ്യന് മാർക്ക് കിട്ടൂ. ഓക്കെ, ഇനി അഡീഷണൽ 3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തത് വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് ബാറ്ററി ആണ്, ഇതൊരു ബൾബ് ആണ്, ഇതൊരു സ്വിച്ച് ആണ്. ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി എന്ത് ഫ്ലോ ചെയ്യും? ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യും അല്ലെ. ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ എന്ത് പറ്റും? ഇവിടെ കൂടെ കറന്റ് ഫ്ലോ ചെയ്യും അല്ലെ. സോ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഇൻ വിച്ച് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് പാത്ത് ഇൻ വിച്ച് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണ്. അപ്പൊ ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് നമുക്കറിയാം ആംപിയർ. ഡിഫൈൻ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ് യൂണിറ്റ് ഏതാ? ഇറ്റ് ഈസ് ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളംബ് ഓഫ് ചാർജ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. 1 കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? സോ 1 കൂളംബ് is equal to 6.2 into 10 raised to 18 number of electrons. അപ്പോൾ 1 കൂളംബ് consists of 6.2 into 10 raised to 18 number of electrons. 1 കൂളംബിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6.2 into 10 raised to 18 number of electrons ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഇലക്ട്രിക് കറന്റ് വോൾട്ടേജും അല്ലെ. അപ്പോൾ കറന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്? ഇലക്ട്രിക് വോൾട്ടേജ്. ആക്ച്വലി വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോ, ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേര് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കാം. Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുവരണം. എന്താണ് Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് കൊണ്ടുവരണം. A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ആ വർക്കിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് ഡൺ എന്ന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് ദ amount of work done to move a charge from one point to another. One പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്കിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഒരു ചാർജ് എടുക്കൂ, അതിനെ എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് W ആണ് എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ B equal to W by Q. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? P. സോ B ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. യൂണിറ്റ്. അപ്പൊ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ച എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എന്ത് പഠിക്കണം? യൂണിറ്റ് പഠിക്കണം അല്ലെ. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾസ് പെർ. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളം. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താ? ജൂൾസ് പെർ കൂളം ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരന്റെ പേര് അലസാൻഡ്രോ വോൾട്ട. ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ്. ആരാണ്? അലസാൻഡ്രോ വോൾട്ട. അപ്പോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട്. എന്താണ്? വോൾട്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 1 ജൂൾ പെർ കൂളംബ് ആണ് 1 വോൾട്ട്. സോ 1 ജൂൾസ് പെർ കൂളംബ് is equal to 1 വോൾട്ട്. അപ്പോ അടുത്ത് നമ്മൾ പഠിക്കുന്നത് 1 വോൾട്ടിന്റെ ഡെഫിനിഷൻ. ഡിഫൈൻ 1 വോൾട്ട്. അപ്പൊ നമ്മള് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്താ? V equal to W by Q അല്ലെ. അപ്പൊ Q equal to 1 കൂളംബും W equal to 1 ജൂളും ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V equal to W ന് പകരം എത്ര വരും? 1 ജൂൾ by Q ന് പകരം എന്ത് വരും? 1 കൂളം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ജൂൾസ് പെർ കൂളം എന്ന് കിട്ടും അല്ലെ. ഈക്വൽ ടു 1 ജൂൾസ് പെർ കൂളം. എന്താണ് 1 ജൂൾസ് പെർ കൂളം? 1 ജൂൾസ് പെർ കൂളം ആണ് 1 വോൾട്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 വോൾട്ട് എന്ന് എഴുതാം അല്ലെ. അപ്പൊ എന്ത് പറയാം? ഒരു കൂളംബ് ചാർജിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുപോകാൻ 1 ജൂൾ ഓഫ് വർക്ക് ആവശ്യമായി എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 1 വോൾട്ട്. V എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. ഒന്നുകൂടെ ഞാൻ പറയാം. 1 കൂളംബ് ഓഫ് ചാർജിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് കൊണ്ടുവരാൻ 1 ജൂൾ വർക്ക് ആവശ്യമായാൽ
അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 1 വോൾട്ട്. നമുക്ക് ഇതിനെ ഇംഗ്ലീഷിലെ സെന്റൻസ് ആയിട്ട് പറയാം. സോ 1 വോൾട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് if 1 joule of work is done to bring 1 coulomb of charge. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. 1 volt is the potential difference if 1 joule of work is done to bring 1 coulomb of charge. Next numerical ആണ്. Example 12.2. How much work is done in moving a charge of 2 coulomb across 2 points having a potential difference of 12 volt. എന്താ ഇതിന്റെ മീനിങ്? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള 2 പോയിന്റ്സ്. നമുക്ക് ഈ 2 പോയിന്റ്സ് എടുക്കാം. ഓക്കേ, എ എം ബി എന്ന് വിചാരിക്കുക. അതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ആണ്. ഓക്കേ, ദെൻ അപ്പോൾ അവിടെ 2 കൂളംബ് ചാർജിനെ ഉപയോഗിക്കാൻ എത്ര വർക്ക് ആവശ്യമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടെ 2 കൂളംബ് ചാർജിനെ ഉപയോഗിക്കാൻ എത്രമാത്രം വർക്ക് ആവശ്യമാണ്? അപ്പൊ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഗിവൻ വാല്യൂസ് എഴുതി, SI യൂണിറ്റ് എഴുതി, സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതും അല്ലേ? സോ ആദ്യം ഗിവൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? 12 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? സോ V equal to 12 വോൾട്ട്. നെക്സ്റ്റ് ചാർജ് തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 2 കൂളംബ്. ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ Q equal to 2 കൂളംബ്. ഇവയെയും വർക്കിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ? V equal to W by Q. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? W അല്ലേ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു V into Q. ഇവിടെ ഡിവൈഡ് ഇപ്പുറത്തെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇറ്റ്സ് ഈക്വൽ ടു ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V യുടെ വാല്യൂ എന്താ? 12 into Q ന്റെ വാല്യൂ എത്ര? 2. സോ 12 into 2 എത്രയാ? 24. വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺന്റെ യൂണിറ്റ് എന്താ? ജൂൾ. സിമ്പിൾ ആണ്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസ്. അതിന് പറയുന്ന പേര് ബാറ്ററി ആണ്. എന്താണ്? ബാറ്ററി. ഓക്കെ, അപ്പോൾ ബാറ്ററി ഒരു എനർജി സോഴ്സ് കൊടുത്തിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ സേയിങ് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 1 വോൾട്ട്. അപ്പോൾ 2 പോയിന്റ്സിന് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പഠിച്ചു അല്ലേ? ഡെഫിനിഷൻ ഓഫ് 1 വോൾട്ട്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എനർജി ഈസ് ഗിവൺ ടു ഈച്ച് കൂളംബ് ഓഫ് ചാർജ് പാസ് ത്രൂ എ 6 വോൾട്ട് ബാറ്ററി. അപ്പോൾ 6 വോൾട്ട് ബാറ്ററിയിൽ കൂടെ ഓരോ കൂളംബ് ഈച്ച് കൂളംബ് എന്ന് പറഞ്ഞാൽ ഓരോ കൂളംബ് ചാർജ് ഫ്ലോ ചെയ്യുമ്പോഴും എത്ര എനർജി ആയി എന്നാണ് നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? ഗിവൺ 6 വോൾട്ട് ബാറ്ററി. അപ്പോ V equal to 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈച്ച് കൂളംബ് എന്നാണല്ലേ? അപ്പൊ ഓരോ കൂളംബും. അപ്പൊ Q equal to 1 കൂളംബ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചാർജ് വെച്ച് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഇതാ, V equal to W by Q. അപ്പൊ W ന്റെ ഇക്വേഷൻ എന്താ? W equal to V into Q അല്ലെ? W equal to Q ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ തരുമ്പോൾ മൾട്ടിപ്ലൈ. സോ V into Q. V എത്രയാ? 6 into Q എത്രയാ? 1. സോ work done is equal to 6. So 6 into 1 6 ജൂൾ. ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി. വർക്ക് ഡൺ ആണ് എനർജി. therefore energy equal to 6 ജൂൾ. അപ്പോൾ എത്ര എനർജി ആവശ്യമാണ്? 6 ജൂൾ. amount of energy is required to move 1 coulomb of charge through 6 volt battery. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിൽ അതിന് താഴെ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാമായിരിക്കും. ഓക്കെ.